Good morning to all. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Okay, I'm starting. Okay, start with prayer. Let of 3 and 9. Prayer challate. Okay. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Good morning, ma'am. Okay, and then okay, next എന്താ ഇതിലുണ്ടോ തൊട്ടടുത്തിരെ സൈൻ ഉണ്ടോ? സൈൻ ഇൻ ഞാൻ പറയാം. ഓക്കെ, ഞാനൊരു റൈംസ് എഴുതിയതാണ്. ജനറൽ നോളേജിന്റെ റൈംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാഷണൽ ബേർഡ് പീകോക്ക്, സ്പീക്കിംഗ് ബേർഡ് പാരറ്റ്, സിംഗിംഗ് ബേർഡ് കുക്കു, സ്ട്രോങ് പീക്ക് ബേർഡ് വുഡ് പീക്കർ, വേൾഡ് ലാർജസ്റ്റ് ബേർഡ് ഓസ്ട്രിച്ച്, വേൾഡ് ഹയസ്റ്റ് flying bird Rupella griffon. Thank you so much, ma'am. Welcome, ma'am. Welcome back now in class. Sign in by Jyoti. ഓക്കെ ഓക്കെ ജ്യോതി. ഇനി തൊട്ടടുത്തിരെ ഉണ്ടോ? പറയാം, ma'am. ഓക്കെ, Education is the key to unlock our freedom. Golden freedom. Sorry, ma'am. ഞാൻ തെറ്റിപ്പോയി. ഓക്കെ. പിന്നെന്താണ് എന്തൊക്കെയുണ്ട് വിശേഷം? ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണൊക്കെ അടിപൊളിയായിരുന്നു മാം. എന്താണ് ക്ലാസ്സിലെ സ്റ്റുഡൻസ് കുറവാണല്ലോ, കുറഞ്ഞു വരികയാണോ? ആക്റ്റീവ് ആണോ എല്ലാവരും? Yes, ma'am. കുറെ Okay. പേര് ഇന്റേൺഷിപ്പിന് പോയിരിക്കാണ് മാം. ഇതോ കുറെ പേര് ഇന്റേൺഷിപ്പിന് പോയിരിക്കാണ്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ അത്യാവശ്യം ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്തല്ലോ അല്ല. ഇനി ഫ്രേസൽ വെർബ് ആണ്. ഫ്രേസൽ വെർബിലെ ഇമ്പോർട്ടന്റ് ഫ്രേസൽ വെർബ് പറഞ്ഞുതരാം കേട്ടോ, നോട്ട് ചെയ്തേക്കണേ. നമ്പേഴ്സ് പറയാം. ഓക്കെ, നോട്ട് ചെയ്യൂ. The first one, break away. First one, break away. And 12th one, bring out. 12th one, bring out. Bring out. And third one, 17, call for. 17, call for. Call for. And the fourth one, come about. 20, come about. 20, come about. And the fifth one, 26, cut down. 26, cut down. 27, cut off. 26 and 27. Okay, cut down and cut off. And then give up. 7th one, 34, give up. 34, give up.
and 40. Look for. Look for 48 one. Look for. And put on 49. Ninth one 49. Put on. And the last one 67. Wind up. Okay, just wait a second. മാം സെക്കൻഡും തേർഡും ഒന്നുകൂടി പറയാം. പേജ് നമ്പർ എത്രയാടാ? 122. താങ്ക് യു. മാം പറഞ്ഞത് ഫസ്റ്റ് തൊട്ട് ഒന്ന് പറയൂ, ആരെങ്കിലും കേട്ടില്ല. എനിക്കും കിട്ടിയില്ലടാ. കിട്ടിയില്ല. Breakaway. First one. Bring out 12. Call for 17. Come out 20. 26. Cut out. Cut down. Cut off. Look for 40 number. 49. Put on. Okay, കിട്ടിയോ എല്ലാവർക്കും? ഇല്ല മാം, ഫസ്റ്റ് വൺ ഒന്ന് പറയോ? നമ്പേഴ്സ് മാത്രം പറയൂ കേട്ടോ. എല്ലാവരും ഒരാളൊന്ന് പറയൂ. ഞാൻ പറഞ്ഞ നമ്പേഴ്സ് മാത്രം. ഒരു 10 ഫ്രേസൽ വെർബ് ഞാൻ പറഞ്ഞു. അല്ലെ നമ്പേഴ്സ് മാത്രം പറയൂ കേട്ടോ. പറയട്ടെ. മാത്രമേ കിട്ടാത്തുള്ളൂ മാം. 1, ഒന്നും പറയൂ. 1, 12, 17, 20, 26, 27, 34, 40, 49, 67. ഒന്നുകൂടെ സ്ലോലി പറയണേ. 1, 1, 1, 12, 12, 17, 17, 20, 20, 26, 26, 27, 27, 34, 34, 40, 40, 49, 67. 67. ഓക്കെ, 10 ഫ്രേസൽ വെർബ് ഉണ്ട്. അത് മാത്രം തൽക്കാലം പഠിക്കും. ഓക്കെ, എക്സാമിന് വേണ്ടി മാത്രം. അല്ലാതെ എല്ലാ ഫ്രേസൽ വെർബും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. മറക്കരുത് കേട്ടോ. ഫ്രേസൽ വെർബ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഡേ ടു ലൈഫിൽ നമ്മൾ അറിയാണ്ടാണെങ്കിൽ പോലും ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എക്സാമിന് വേണ്ടി മാത്രം ഈ 10 എണ്ണം പഠിച്ചാൽ മതി. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ. ഓക്കെ ആണ്. Then ഇനി എന്താണ്? നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പ് എടുത്തതല്ലേ? ക്വസ്റ്റ്യൻ ടൈപ്പ് കംപ്ലീറ്റ് ചെയ്തോ? ചാപ്റ്റർ എടുത്തു. ഓക്കെ, ഇനി അങ്ങനെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ ഡൗട്ട് ഉണ്ടോ? ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ടൈപ്പ് കംപ്ലീറ്റ് ചെയ്തു. Then ചാപ്റ്റർ ഏതാണ്? അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗ് ആണ്. അത് നിങ്ങൾക്ക് പുറത്ത് നൽകി ചോദ്യം വരാം കേട്ടോ. ടെക്സ്റ്റ് വൈസ് വരണം നിങ്ങൾക്ക് നിർബന്ധവും ഇല്ല. പുറത്ത് നൽകി വരാം. ഓക്കെ, പിന്നെ ഇതാണ് അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും നമുക്ക് എക്സാമിന് ഇല്ല. റൈറ്റിംഗ് ഇല്ല. സ്പെല്ലിംഗിന് പുറത്തുനിന്ന് വരും. റൈറ്റിംഗിന് ക്വസ്റ്റ്യനേ ഉണ്ടാവില്ല എക്സാമിന് കേട്ടോ. പിന്നെ റിക്രിയേഷൻ ഒന്നും ഉണ്ടാവില്ല. 6ഉം 17, 16ഉം 17ഉം എക്സാമിന് വരില്ല. ഏതൊക്കെയാണ് ഞാൻ പറയാം? 16, 17, പിന്നെ നമ്മുടെ നൗൺ ചാപ്റ്റർ ഉണ്ടല്ലോ, നൗൺ, ഫ്രേസ് ആൻഡ് ക്ലോസ്, അതിൽ നിന്നും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരില്ല. യൂണിറ്റ് 12 എടുക്കാം മാം. എന്തോ? യൂണിറ്റ് 12 പാർട്ടിസിപ്പിൾ
പാർട്ടിസിപ്പിൾ എടുത്തല്ലോ. പാർട്ടിസിപ്പിൾ ഒന്നുമില്ല, അത് നമ്മൾ ടെൻസ് പഠിച്ചില്ലേ, ING ഫോം വരുന്നില്ലേ, റൈറ്റിംഗ്, റീഡിങ്, ഇതൊക്കെയാണ് ING വരുന്നതാണ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിളോ അതിലും ING തന്നെ ഉണ്ട് അല്ലെ. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയുന്നത് റിട്ടേൺ എന്ന് പറയില്ല നമ്മൾ, V2 V3 V1 V2 V3 ഫോം ഉണ്ടല്ലോ, അതിന്റെ ഫുൾ നെയിം എന്താ, V1 പ്രസന്റ്, V2 പാസ്റ്റ്, V3 എന്താ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ റിട്ടേൺ, ഗോൺ എന്നൊക്കെ പറയുമ്പോ തേർഡ് ഫോം ആണ് അത് വരാം. ഇനി പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്, ഇപ്പോ ING വരുന്നതാണ് കേട്ടോ. റൈറ്റിംഗ്, റീഡിങ് എന്നൊക്കെ പറയുന്ന ING വരുന്നതാണ്. ഓക്കെ, അതിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കാം, ഓക്കെ, ഷീസ് ഡാഷ് എ നോവൽ, റൈറ്റ്, റീഡിംഗ്, റീഡ്, ഏതായിരിക്കും ആൻസർ വരാം? പറയൂ. റീഡിങ്. റീഡിംഗ് ആണ്, കാരണം ഈസ് ഓക്സിലറി വന്നിട്ടുണ്ട്, പിന്നെ നമുക്കറിയാം ഓക്സിലറി വന്നാല് പിന്നെ വരുന്ന വേർബ് എന്തായിരിക്കും, ING ഫോം ആയിരിക്കും. സോ ഇതാണ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് ആ ചാപ്റ്റർ ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും വരില്ല. ഓക്കെ, പിന്നെ 7th യൂണിറ്റ് 7 നൗൺ, ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരില്ല, ബാക്കിയെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാം ഫസ്റ്റ് ചാപ്റ്റർ ഇല്ല, അത് നമ്മൾ വായിച്ചാ മതി. ഫസ്റ്റ് ചാപ്റ്റർ ക്ലാസ് റൂം വായിച്ചാൽ മതി. അത് ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ്, മീൻസ് ക്ലാസ് റൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഒക്കെയാണ്. നിങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോ നിങ്ങൾ എന്തൊക്കെയാ പറയാ, ഇതൊക്കെയുള്ളൂ, ജസ്റ്റ് വായിച്ചു പോവാം. എക്സാമിന് ഇല്ലാത്തത് ഒന്നുകൂടെ പറയാവോ? എക്സാമിന് ഇല്ലാത്തത് ഞാൻ പറഞ്ഞു യൂണിറ്റ് 7, പിന്നെ 16 and 17. ഇതില് യൂണിറ്റ് 2 നൗൺ, വെർബ്, ടെൻസ്, ആർട്ടിക്കിൾ, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, കണ്ടീഷണൽ സെന്റൻസ് ഉണ്ടാവില്ല കേട്ടോ. യൂണിറ്റ് 9 ഉണ്ടാവില്ല. പ്രിപ്പോസിഷൻ, ഡയറക്റ്റ് സ്പീച്ച്, പാർട്ടിസിപ്പിൾ, ഫ്രേസൽ വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ഇല്ലാത്ത ചാപ്റ്റേഴ്സ് യൂണിറ്റ് 1, യൂണിറ്റ് 7, യൂണിറ്റ് 9, then യൂണിറ്റ് 16 and 17. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻസ് പരീക്ഷിക്കാം. ഓക്കെ, പിന്നൊരു കാര്യം ഇംഗ്ലീഷ് ആണ് അല്ലെ, ഇംഗ്ലീഷ് ആയതുകൊണ്ട് ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാൻ ഒരു ചാൻസ് ഇല്ല കേട്ടോ. കണ്ടന്റ് ടെക്സ്റ്റിലായിരിക്കാം, പക്ഷെ ക്വസ്റ്റ്യൻസ് പുറത്തുനിന്നായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എളുപ്പമല്ലേ അത്? ഇപ്പൊ ടെൻസ് നിങ്ങൾ പഠിച്ചതാണ്, സോ ടെൻസിലെ ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ടെൻസിൽ നിന്ന് എങ്ങനെ ചോദിച്ചാലും ആൻസർ പറയാൻ ബാധ്യസ്ഥനാണ്. അതാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, സബ്ജക്ട് അങ്ങനെയാണല്ലോ. അപ്പൊ ഇപ്പൊ നൗൺ ആണെങ്കിലും നൗൺ നിങ്ങൾക്ക് അറിയാം, ക്വസ്റ്റ്യൻ വരുന്നത് പുറത്തുനിന്നായിരിക്കും, അത്രയേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ പഠിച്ചത് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. കാരണം നൗൺ, വെർബ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്, അഡ്ജക്റ്റീവ്, ഡയറക്റ്റ് സ്പീച്ച്, ഇതെല്ലാ ചാപ്റ്ററിലും ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് ചാപ്റ്ററിൽ അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വരില്ല. പറയാത്ത ചാപ്റ്റേഴ്സ് ഇല്ല, എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് വരും. 1-2 ക്വസ്റ്റ്യൻസ് എന്തായാലും എല്ലാ ചാപ്റ്ററിലും ഉണ്ടാവും കേട്ടോ. പിന്നെ ഡയറക്റ്റ് സ്പീച്ചിൽ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. എക്സ്ക്ലമേഷൻ, ബ്രേക്കിങ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, സ്റ്റേറ്റ്മെന്റും ക്വസ്റ്റ്യൻസും അത് രണ്ടും നോക്കാം. പിന്നെന്താണ്, പ്രിപ്പോസിഷൻ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. ക്ലാസ് കഴിഞ്ഞു, ഇന്നും കൂടെ ഉണ്ടാവുള്ളൂ, മീൻസ് ഞാൻ ചാപ്റ്റർ വൈസ് ഇന്നും കൂടെ പറയുന്നുള്ളൂ.
അടുത്ത ക്ലാസ്സിൽ ഞാൻ ഫോണിക്സ് എടുക്കും കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രധാന ക്വസ്റ്റ്യൻ പറഞ്ഞുതരുമോ? അത് സമയമുണ്ട് കേട്ടോ, പറയാം. മാക്സിമം ഞാൻ പറയാൻ നോക്കാം. ഓക്കെ, എല്ലാം ഇമ്പോർട്ടന്റ് ആണെന്നേ. ഇത് റിവൈൻഡ് ചെയ്യണോ? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ ഇൻഡെക്സ് നോക്കാം. ഇൻഡെക്സില് സെക്കൻഡ് ചാപ്റ്റർ നോക്കിയാൽ നൗൺ ആൻഡ് പ്രോണൗൺ എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത്? നൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓർമ്മ വരും? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ. ഈ 4 നൗൺ പഠിക്കും. എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ 4 ഓപ്ഷൻസ് വന്നിട്ട് പ്രോപ്പർ നൗൺ ഐഡന്റിഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ? അത്രയേ ഉള്ളൂ. ഇത് പഠിക്കേണ്ടത് കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ പഠിക്കണം, അല്ലാതെ നമുക്ക് ഇതിന് തട്ടിട്ടില്ല. ബാക്കി പ്രോപ്പറും ആബ്സ്ട്രാക്റ്റും കോമൺ നൗണും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സെൻസ് യൂസ് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. ദെൻ പ്രോണൗൺ. പ്രോണൗൺ സിമ്പിൾ ആണ്. കീവേഡ്സ് മാത്രം പഠിച്ചാൽ തന്നെ പ്രോണൗൺ കിട്ടും. പ്രോണൗൺ ഇതൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാട്ടോ. ഓക്കെ, പ്രോണൗൺ ഏതൊക്കെയാണ്? പേഴ്സണൽ പ്രോണൗൺ. അതിൽ പേഴ്സണൽ പ്രോണൗൺ ക്വസ്റ്റ്യൻ വരാറില്ല. ഓക്കെ, പിന്നെ ഏതൊക്കെ പ്രൊണൗൺസ് ഉണ്ട്? ഏതൊക്കെയാണ് പേഴ്സണൽ പ്രോണൗൺ? വരില്ല. റിഫ്ലെക്സീവ് പ്രോണൗൺ, ഇന്റർഗേറ്റീവ്, ഡെമോൺസ്ട്രേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, റിലേറ്റീവ്, റെസിപ്രോക്കൽ, അല്ലെ? ഇത്രയും പ്രൊണൗൺസ് ഉണ്ട്. 8 പ്രൊണൗൺസ് ക്വസ്റ്റ്യൻ വരും, ഷുവർ ആണ്. കീവേഡ്സ് മാത്രം പഠിച്ചാൽ തന്നെ കിട്ടും, അല്ലെ? ഒരു സെന്റൻസ് തന്നിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ, അല്ലെ? മോക്ക് ടെസ്റ്റിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നേ? ഒരു സെന്റൻസ് തന്നിട്ട് ഒരു വേർഡ്, പർട്ടിക്കുലർ വേർഡ് അണ്ടർലൈൻ ചെയ്യും. എന്നിട്ട് ചോദിക്കും ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്സ്. എന്നിട്ട് 4 ഓപ്ഷൻസ് വരും. അപ്പൊ ആ അണ്ടർലൈൻ ചെയ്ത കീവേഡ് ഏത് പ്രോണൗണിന്റെ ആണെന്ന് മനസ്സിലായാൽ മാത്രം മതി. അത് പഠിക്കാം. അങ്ങനെയാണ് ആ പോർഷന് ക്വസ്റ്റ്യൻ വരാം. പിന്നെ റിലേറ്റീവ് പ്രോണൗൺ. റിലേറ്റീവ് പ്രോണൗണിന് ക്വസ്റ്റ്യൻ വരും. എന്താണ് റിലേറ്റീവ് പ്രോണൗൺ? എന്താണ്? ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ നമ്മൾ ഏത് റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യും? who, whose, who. ഈ 3 നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ് യൂസ് ചെയ്യുക. ഇനി തിങ്സോ അനിമൽസോ ആണെങ്കിൽ which or that, അല്ലെ? ഇനിയിപ്പോ ഡൗട്ട് വരുന്നത് who, whose, whom. ഇതിൽ എങ്ങനെയാണ് നമ്മൾ അത് ഈ 3 ഏതാണ് എന്ന് മനസ്സിലാക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സെന്റൻസ് തരുമ്പോ ആ സെന്റൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക. അതായത് the girl dash helped me എന്നാണെങ്കിൽ the girl dash helped me എന്നാണെങ്കിൽ ആ സെന്റൻസ് വായിച്ചു നോക്കാം. സെന്റൻസിന്റെ മീനിങ് എന്താണ്? ആ ഗേൾ ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. നമുക്ക് അതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ലേ? ആരാണ് ഹെൽപ്പ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ആര് എന്നൊരു ചോദ്യം വരും. സോ അവിടെ എഴുതേണ്ട ഏത് റിലേറ്റീവ് പ്രോണൗൺ ആയിരിക്കും? Yeah, the girl who helped me. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ the girl dash I helped yesterday എന്നാണെങ്കിൽ the girl dash I helped yesterday. ആ പെൺകുട്ടിയെയാണ് ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്തത്. എന്ത് ചോദിക്കാം? ആരെയാണ് ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിക്കാം. അപ്പൊ അവിടെ ഏത് റിലേറ്റീവ് പ്രോണൗൺ വരും? whom ആണ് കേട്ടോ. whom ആണ് ആരെ എന്ന് പറയാം. ഓക്കെ, the boy car dash stolen yesterday. The boy's car dash stolen yesterday. ആ ബോയിയുടെ കാറാണ് ഇന്നലെ മോഷ്ടിക്കപ്പെട്ടത്. ആരുടെ കാറാണ്? whose ആണ്. ഓക്കെ, ഇങ്ങനെയാണ് റിലേറ്റീവ് പ്രോണൗൺ കാണാം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താണ്? തിങ്സോ അനിമൽസോ ആണെങ്കിൽ which അല്ലെങ്കിൽ that ആണ്. അതിൽ നമ്മളിങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല.
ഓപ്ഷനിൽ വിച്ച് ഉണ്ടെങ്കിൽ വിച്ച് എഴുതാം, ഓപ്ഷനിൽ വിച്ച് ഇല്ല ദാറ്റ് മാത്രം ഉണ്ടെങ്കിൽ ദാറ്റ് എഴുതാം. ഓക്കെ, ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ്? വേർബ് ആണ്. വേർബിൽ വരുന്നത് ട്രാൻസിറ്റീവ് വേർബ്, ഇൻട്രാൻസിറ്റീവ് വേർബ്, പിന്നെ എന്താണ് റെഗുലർ, ഇറഗുലർ. പൊതുവെ ട്രാൻസിറ്റീവ് വേർബ് അങ്ങനെ വരാറില്ല, ചിലപ്പോൾ അറിയില്ല എനിക്ക്. സോ ട്രാൻസിറ്റീവ് വേർബ് എന്താണ്? ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ സെന്റൻസ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് വേർബ് ആണ്. ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. She ate the cake. She ate the cake എന്ന് ചോദിച്ച ഒരു സെന്റൻസ് തന്നിട്ട് ന്റെ താഴെ അണ്ടർലൈൻ ചെയ്തു എന്നിട്ട് ചോദിക്കുകയാണ് ഐഡന്റിഫൈ ചെയ്ത് അണ്ടർലൈൻ പാർട്ട് എന്ന് ചോദിച്ചു എന്ന് വിചാരിച്ചു. 8. സോ അതിന്റെ താഴെ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ട്രാൻസിറ്റീവ് വേർബ്, ട്രാൻസിറ്റീവ് വേർബ്, റെഗുലർ വേർബ്, ഇറഗുലർ വേർബ് എന്ന് കൊടുക്കുകയാണ്. എന്തായിരിക്കും നിങ്ങൾ എഴുതാം? ആക്ഷൻ വേർഡ് കേക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാതെ ആ സെന്റൻസ് ഒരിക്കലും കംപ്ലീറ്റ് ആകില്ല. അതുകൊണ്ട് ഈ 8 എന്ന് പറയുന്ന വേർബ് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഇൻട്രാൻസിറ്റീവ് വേർബ് എന്താ? അവിടെ ഒബ്ജക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഷീസ് ലാഫിംഗ്. ഷീസ് ലാഫിംഗ് എന്ന് പറയുന്ന ആ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടാവും ഇല്ല. അപ്പൊ ഈ ലാഫിംഗ് എന്ന് പറയുന്ന വേർബ് എന്താണ്? ഇൻട്രാൻസിറ്റീവ് ആണ്. അത്രയേ ഉള്ളൂ. ഇനി റെഗുലർ, ഇറഗുലർ വേർബ് എന്നൊക്കെ അറിയാം. റെഗുലർ ആയിട്ട് ഇ വന്ന് പോകുന്ന വേർബുകൾ എല്ലാം റെഗുലർ വേർബ് ആണ്. ഓക്കെ, അപ്പോ ചോദിക്കാം ഇത് താഴെ തന്നിരിക്കുന്നതിൽ റെഗുലർ വേർബ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 4 ഓപ്ഷൻസ് വരും. ഗോ, പ്ലേ, കം, ഗോ. ഇത്രയും മതി. ഇതിൽ ഏതാണ് റെഗുലർ വേർബ്? ഏതാണ്? പ്ലേ, കം, ഗോ. പ്ലേ റെഗുലർ വേർബും പ്ലേ ആണ്. ബാക്കിയുള്ളത് എന്താണ്? ഇറഗുലർ വേർബ് ആണ്. ഇറഗുലർ ആയിട്ട് പോകുന്ന വേർബ്സ് ആണ് ഇറഗുലർ വേർബ്. അപ്പൊ ഇവിടെ അറിയേണ്ടത് V1, V2, V3 ഫോം അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അത് ഏത് വേണമെങ്കിലും ചോദിക്കാം. അത് ഇന്നതാണ് ചോദിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഏത് വേർബ് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ കുറെ വേർബ്സിന് ഞാൻ നോട്ട് തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? അത് പഠിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമാണ്. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അങ്ങനെയാണ് വെർബ് എന്ന് പറയാം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ. പിന്നെ ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ എന്ന് ക്വസ്റ്റ്യൻ വരും. ആർട്ടിക്കിൾ എന്താണ്? ദ, ആൻ. ഇതാണ് ആർട്ടിക്കിൾ അല്ലെ? എവിടേക്കാണ് ദ യൂസ് ചെയ്യുക, എവിടേക്കാണ് എ യൂസ് ചെയ്യുക, ആൻ എവിടേക്കാണ് യൂസ് ചെയ്യുക, അതൊക്കെ പറഞ്ഞു തന്നാണ് അല്ലെ? സോ അതൊക്കെ പഠിക്കുക. അവിടെ എന്താണ് ഇമ്പോർട്ടന്റ്? വവൽസ് അല്ല, വവൽസ് സൗണ്ട്സ് ആണ്. അപ്പൊ പാർട്ടികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, യൂറോപ്യൻ, ഹീറോ, അവാർഡ്, ഇവിടെയൊക്കെ എന്തൊക്കെയാണ് വരാ അതൊക്കെ നോക്കി വെക്കുക. അതാണ് ആർട്ടിക്കിൾ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ കോൺകേർഡ്, കോൺകേർഡിൽ ഒരുപാട് കോൺകേർഡ് റൂൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയത് ഞാനിപ്പോ വേണമെങ്കിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ പിന്നെ പറയാം. സമയമുണ്ട് ഇപ്പൊ പറയാം കേട്ടോ. കോൺകേർഡിൽ ഇമ്പോർട്ടന്റ് ആയത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരു അത്യാവശ്യം റൂൾസ് ഉണ്ട് അതിൽ. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻസ് വരാ എന്നുള്ളത് ഞാൻ ആ ടൈമിൽ പറഞ്ഞുതരാം കേട്ടോ. എന്നെ ഓർമ്മിപ്പിക്കണം. ഓക്കെ, ഞാൻ മറന്നു പോകും, നിങ്ങൾ ഓർമ്മിപ്പിക്കണം. ഞാൻ പറഞ്ഞു. പിന്നെന്താണ്? അഡ്ജക്റ്റീവ്, ആഡ്വർബ്. അഡ്ജക്റ്റീവ് അറിയാലോ. അഡ്ജക്റ്റീവ് എന്താണ്? നൗണിനെ മോഡിഫൈ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസും ക്ലോസും സിമ്പിൾ ആണ് അല്ലെ? ഫ്രേസ് എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വെച്ച് നമ്മൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ക്ലോസ് എങ്ങനെയാണ്? ക്ലോസ് ഏതൊക്കെ കീവേഡ്സ് വെച്ചിട്ടാണ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുക അതൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, ആൻഡ് ആഡ്വർബ് സെയിം തന്നെയാണ്, അതും പഠിച്ചു വെക്കാം. പിന്നെ എന്താണ്? പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ നിങ്ങൾ പഠിച്ച പ്രപ്പോസിഷൻ മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഇൻ, ഓൺ, അറ്റ്, ഫോർ, ബിറ്റ്വീൻ ഇതൊക്കെ പറയുന്ന സെയിംസ് ഒക്കെ എന്താണ്? പഠിച്ചതാണ്. സോ അതിൽ നിന്നാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം, പഠിക്കാം. പിന്നെ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞു. സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ക്വസ്റ്റ്യൻസിൽ നിന്ന് മാത്രമേ വരുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അതിൽ നിന്നായിരിക്കും വരാട്ടോ, അത് പഠിക്കാം.
പിന്നെ പാർട്ടിസിപ്പിൾ ഞാൻ പറഞ്ഞതാണ്, ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാന്ന് പറഞ്ഞു. ഫ്രേസൽ വെർബ് ഞാൻ പറഞ്ഞു, അൺഇമ്പോർട്ടന്റ് ആയത് പഠിക്കുക. അതായത് ഇപ്പോ ബ്രേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചില മീനിങ് ആയിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ എസ്കേപ്പ്, അപ്പൊ ഒരു സെന്റൻസ് വന്നിട്ട് അതിൽ എസ്കേപ്പ് എന്ന് പറയുന്ന വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ട് ചിലപ്പോൾ ചോദിക്കും ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ് ഏതാണെന്ന് ചോദിച്ചിട്ട് താഴെ കുറച്ച് ഫ്രേസൽ വെർബ് കൊടുക്കും. അപ്പൊ മീനിങ് എസ്കേപ്പ് എന്ന് പറയുന്ന ആ വേർഡ്, ആ ഫ്രേസൽ വെർബ് ഏതാണ്, മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാണെന്ന് പഠിച്ചു വെക്കണ്ടേ. അപ്പൊ താഴെ കുറെ ഫ്രേസൽ വെർബ് കൊടുക്കും. അതില് ബ്രേക്ക് അവേ ആണ് ആൻസർ വരാം. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് വളരെയധികം സിമ്പിൾ ആണ് അല്ലെ. ടെക്സ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് അത് മാത്രം നോക്കുക, അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക, മറക്കാൻ പാടില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ. ഓക്കെ ആണോ? എന്താണ് സൈലന്റ്? സൈലൻസ് ആണല്ലോ. ടെൻഷൻ ഉണ്ടോ? എന്താണ് ടെസ്റ്റ് എന്ന് വരുന്ന ക്വസ്റ്റ്യന്? എന്തോ ലാസ്റ്റ് പറഞ്ഞ എന്താണ് ടെക്സ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗില് ചാപ്റ്ററിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എക്സസൈസ്, നമ്മുടെ എക്സസൈസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ ക്വസ്റ്റ്യൻ ടാഗ് ആണല്ലോ, കണ്ടോ? ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. The use of the question tag illustrated. ഇത്രയും ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. സോ ഇത് മാത്രം പഠിക്കുക, ഇതിന് ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, അപ്പോ മോക്ക് ടെസ്റ്റ് ഇനിയും കിട്ടാനുണ്ട്. ഏതൊക്കെയാണ് മോക്ക് ടെസ്റ്റ് കിട്ടാനുള്ളത് പറയൂ. ക്വസ്റ്റ്യൻ ടാഗ് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ, ഉണ്ടോ? പറയുന്നില്ല. ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ കിട്ടിയില്ല. ഡയറക്റ്റും പിന്നെ ക്വസ്റ്റ്യൻ ടാഗും അല്ലെ? അതെ മാം. ഓക്കെ, അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെന്താണ്, ഇപ്പൊ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇംഗ്ലീഷ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഒട്ടും സമയം ഉണ്ടായില്ല കേട്ടോ. അത് തീർന്നതിന് പോലെ തോന്നി. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷ് കുറച്ചുകൂടി നോട്ട്സ് തരണമെന്നുണ്ടായിരുന്നു. കോമൺക്ക് അങ്ങനെ ടെക്സ്റ്റിലൊന്നും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയണം. കാരണം നമുക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ ഇംഗ്ലീഷ് സെന്റൻസ് ഉണ്ട്. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എന്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം. എനിക്ക് പറയുന്ന കുറെ നമ്മൾ ചുമ്മാ കാര്യം പറയുന്ന കുറെ ഇംഗ്ലീഷ് വാക്കുകൾ ഉണ്ടായിരുന്നു, സെന്റൻസ് ഉണ്ട്. അതൊക്കെ എനിക്ക് നോട്ട്സ് തരണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ലാതായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ ഞാനിപ്പോ ക്ലാസ്സിൽ വെച്ച് തന്നാലും മേ ബി ടൈം എടുക്കുകയായിരിക്കാം. നോക്കാം ചെയ്യാൻ തരാം. പിന്നെ എന്താണ്, നെക്സ്റ്റ് ക്ലാസ്സിലോ ഞാൻ ഈ ഫോണിക്സ് എടുക്കും കേട്ടോ. ഫോണിക്സ് ആണ് എടുക്കുക. ഫോണിക്സ് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാടല്ല, എന്നാലും ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് പ്രൊണൗൺസിയേഷൻ, എങ്ങനെയൊക്കെയാണ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാരണം നമുക്ക് ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നത് ഭയങ്കര കുറച്ചും ഡിഫിക്കൽറ്റി ആണ്. കാരണം ഞാൻ പറയുന്ന പ്രൊണൗൺസിയേഷൻ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ചിലപ്പോൾ ലങ്ക് ഇഷ്യൂസ് വരാം, അറിയില്ല കറക്റ്റ് ആയിട്ട്. സോ മാക്സിമം നിങ്ങൾ ഫോണിക്സ് ഒന്ന് പഠിക്കുക നന്നായിട്ട്. യൂട്യൂബിൽ നോക്കിയോ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കുക. പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. വെറുതെ കേട്ടിരുന്നാൽ മാത്രം പോലെ, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടും. കാരണം നമ്മൾ പറയുന്ന എല്ലാ ഇംഗ്ലീഷ് വേർഡ്സിന്റെയും പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്നില്ല, മിസ്റ്റേക്ക് ഉണ്ട്. അത് കോണ്ടെക്സ്റ്റ് പഠിക്കുമ്പോൾ കുറച്ച് ക്ലിയർ ആണ്. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഈ എ പോലും എ അല്ല, ആ സൗണ്ട് ആണ് വരാം. ഓക്കെ, അപ്പൻ എന്നാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാൻ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഒരു ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും നോക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 1 hour കൊണ്ട് ക്ലാസ് എടുക്കാം, കോപ്പറേറ്റ് ചെയ്യാം മാക്സിമം. അതിനുശേഷം ക്ലാസ് കിട്ടുമ്പോൾ ഞാൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ. എന്താണ് ഭയങ്കര സൈലന്റ് ആണല്ലോ ക്ലാസ്? എന്ത് പറ്റി? MTH ഇങ്ങനെയാ അല്ലല്ലോ പൊതുവേ. എല്ലാവരും ഇന്റേൺഷിപ്പിൽ പോയൊക്കെയാണ്. അപ്പൊ ബാക്കി ആരും മിണ്ടുന്നില്ല. അത് കുട്ടികൾ കുറവാണ് മാം. ആദ്യമൊക്കെ 43, 46 ആ സ്റ്റേജിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ 26, 23 ഒക്കെ. വളരെ കുറവ്.
ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഡേസിൻ 15th ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗ് ആണ് ഡേസിൻ. അതില് നമുക്ക് ഒന്നും എടുക്കാനില്ല, പുറത്തുനിന്നായിരിക്കും ചോദിക്കാം. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാമർ എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? അതായത് കറക്റ്റ് സ്പെൽ വേർഡ്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെൽ വേർഡ് എന്ന ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് വരും. അതില് ഗ്രാമർ എന്നായിരിക്കും കിടക്കണം, 4 ഗ്രാമർ ആയിരിക്കും, പക്ഷെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, ഒരെണ്ണം കറക്റ്റ് ആയിരിക്കും, പക്ഷെ ബാക്കി 3 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. അത് നിങ്ങൾ 4 നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഏതാണോ കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ളത് അത് ടിക്ക് ചെയ്യും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാതിരുന്നത്. അതിൽ ഏത് വേർഡ് വേണമെങ്കിലും ചോദിക്കാം. മനസ്സിലായോ? തിരിച്ചു മറിച്ചൊക്കെ തരും കേട്ടോ. ഗ്രാമർ എന്ന് പറയുന്ന, ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഗ്രാമർ എന്ന് പറയുന്ന വാക്ക് പല രീതിയിലും തരും. ഒറ്റ നോട്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് ഇതാണോ ആൻസർ എന്ന് തോന്നിപ്പോകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് സ്പെല്ലിംഗ് അതിനെ പഠിച്ചു വെക്കുക, കാണുമ്പോ കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ടാണ് കുറെയൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വരെ മിസ്റ്റേക്ക് തെറ്റിപ്പോയതുണ്ട് കേട്ടോ. കാരണം ഭയങ്കര ടെൻഷൻ ആയിരിക്കും. മെയിനായിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ പുതിയ ടെൻഷൻ ആയിരിക്കും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കും, കണ്ട ഓപ്ഷൻസ് വായിക്കും, ലാസ്റ്റ് കൺഫ്യൂഷൻ ആയിട്ട് തെറ്റുത്തരം ആൻസർ ചെയ്യും. മനസ്സിലായോ? അങ്ങനെയുണ്ട്. വായിക്കുമ്പോ വളരെ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആ രീതിയിൽ മാത്രം ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ നോക്കാം. ഡിഫിക്കൽറ്റി ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കരുത്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ നമ്മുടെ മനസ്സിൽ തോന്നും, അതാണെങ്കിൽ അത് എഴുതാം. അല്ലെങ്കിൽ ആ ആൻസർ തോന്നിയിട്ട് അതാണെങ്കിൽ ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കാം ആൻസർ. അല്ലാതെ എല്ലാ ഓപ്ഷൻസ് ഒക്കെ വായിച്ചു നോക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കി പെട്ടെന്ന് കുറച്ച് കൺഫ്യൂഷൻ അങ്ങനെ വരും. ഓക്കെ, പിന്നെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ സമയം എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലെ? സമയം ഉണ്ടെങ്കിൽ ഫസ്റ്റ് തുടങ്ങി ഒന്നുകൂടെ വായിച്ചു നോക്കാം, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ. അതിനുശേഷം റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം പിന്നെ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറയുന്നെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. സമയം ഇവിടുത്തെ എക്സാം എഴുതാം, ധൃതി പിടിക്കണ്ടായിരുന്നു. സമയം ഇവിടുത്തെ എക്സാം എഴുതാം. ഓക്കെ, പിന്നെ ചിലപ്പോ എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂസ് ഉള്ളിടത്തൊന്നും പോയിരിക്കരുത്. കറക്റ്റ് റേഞ്ച് വേണം. പക്ക റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിലപ്പോ ക്ലിക്ക് ചെയ്യും. നിങ്ങൾ കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്തായിരിക്കും. റേഞ്ച് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ആവില്ല. മനസ്സിലായോ? നിങ്ങൾ അവിടെ ആൻസർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പറയാണ്. സോ റേഞ്ച് ഉള്ളിടത്ത് പോയി മാത്രം എക്സാം എഴുതാൻ നോക്കുക. പിന്നീട് നിങ്ങൾ പറയുക മിസ് ഞാനിത് കറക്റ്റ് ആൻസർ എഴുതിയതാണ്, പക്ഷെ ആൻസർ ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയരുത്. ചിലപ്പോൾ അവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. ഇതൊക്കെ ചെക്ക് ചെയ്യുക. കാരണം ഓൺലൈൻ ആണ്, അറിയാലോ നിങ്ങൾക്ക്. നമ്മൾ നേരിട്ടല്ല നിങ്ങൾ ചെയ്യുന്ന, ഓൺലൈൻ ആണ്. അതിൻ്റെതായ ഒരുപാട് ലിമിറ്റ്സ് അതിലുണ്ട്. മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട് യാത്ര. സോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാൻ ഇപ്പോ പറഞ്ഞത് ചിലപ്പോൾ ഇനി പറയാൻ ചിലപ്പോൾ സമയം കിട്ടില്ല. കിട്ടുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ 100 പ്രതീക്ഷിച്ചതാണ്, എനിക്ക് 100 കിട്ടിയില്ല. ആ പരാതിയായിട്ട് ആരും വരരുത്. ഓക്കെ, കാരണം നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങി എന്ന് ആലോചിച്ചു നോക്കണം കേട്ടോ. ഒന്നും അറിയാത്ത നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും അത് അച്ചീവ്മെന്റ് തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അത് 50 കിട്ടിയാലും എത്ര കിട്ടിയാലും നിങ്ങൾ പഠിച്ചു എന്ന് മാത്രം ആലോചിക്കുക. ആ 1 മണിക്കൂറത്തെ മാറ്റങ്ങളാണ്. ആ 1 മണിക്കൂർ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ചിലപ്പോ നമുക്ക് ഫാമിലി ഇഷ്യൂസ് ഒക്കെ വരാം. ചിലപ്പോൾ നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല അല്ലെ? മൈൻഡ് റിലാക്സ് ആകുമ്പോഴാണ് നമുക്ക് ഓക്കെ എല്ലാ ആൻസേഴ്സും കറക്റ്റായിട്ട് നോക്കി വായിച്ചേക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ പോലും നമ്മൾ എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യണമല്ലോ. ആ സമയത്ത് ഈ 1 മണിക്കൂർ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എക്സാമിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത്. അല്ലാതെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നല്ല അതിനർത്ഥം. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്കിപ്പോ ഇംഗ്ലീഷ് ഇത്രയും നാളെ ക്ലാസ് എടുത്തതൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എല്ലാം അറിയാം നിങ്ങൾക്ക്. ആ 1 മണിക്കൂറാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്. ആ സമയത്ത് മനുഷ്യന്റെ കാര്യമാണ്. ചിലപ്പോൾ അറിയാവുന്ന ആൻസർ പോലും തെറ്റിച്ചെഴുതാം. നമ്മുടെ മൈൻഡാണ് എല്ലാം. അതുകൊണ്ട് മാർക്ക് കുറയാണെങ്കിൽ ഒരു തരത്തിലും വിഷമിക്കാൻ പാടില്ല. അതിനർത്ഥം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നല്ല. അതാദ്യം മനസ്സിലാക്കുക എല്ലാവരും. ഓക്കെ, എനിക്ക് ഫസ്റ്റ് കിട്ടിയാണെങ്കിൽ ഞാൻ ടോപ്പ് ആയില്ല, അതൊന്നും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ എവിടെന്നാ വന്നേ,
എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഫസ്റ്റ് ക്ലാസ് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല മിസ്സേ എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ലേ? ഗ്രാമർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പേടിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ അറിയാം, എനിക്ക് എല്ലാം അറിയാം ഇപ്പൊ. അതുവരെ നിങ്ങൾ എത്തിയില്ലേ? പിന്നെ മാം ഞാനൊന്ന് പറയണം. ഇവിടെ ലോയോല കോളേജിൽ ഇവിടെ പല ലാംഗ്വേജ് ഉള്ളവരൊക്കെ വരും. അപ്പോ എന്താണ് ഫോറിനുള്ളവരൊക്കെ വരും. അപ്പൊ അവരുടെ അടുത്തൊക്കെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. എനിക്ക് തന്നെ അതിശയം തോന്നും. അയ്യോ ജ്യോതി നീയാണോ സംസാരിക്കുന്നത്? അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയി തോന്നുന്നു. അവര് പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തിരിച്ച് പറയാൻ കുറച്ചെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ട്. അതിനെ എനിക്ക് വലിയൊരു ഇതാണ്. അതാണ്. അപ്പൊ അത്രയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡേയ്സി ഗ്രാമർ GRAMMAR ER അല്ല AR ആണ്. ഡേയ്സി പറഞ്ഞ ഗ്രാമർ കറക്റ്റ് ആണ് കേട്ടോ. ഗ്രാമറിന് തെറ്റാണ്. ER അല്ല AR. ഓക്കെ, ഞാൻ തിരുത്തി മാം. അതാണ് ഞാൻ പറയുന്നത്, തെറ്റൊക്കെ വരും. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഗ്രാമർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, സ്പെല്ലിംഗ് അറിയാം. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇതാണെങ്കിലോ ER ആണെങ്കിലോ എന്ന് വെച്ച് നിങ്ങളത് ക്ലിക്ക് ചെയ്യും. പക്ഷെ എന്താണ്, തെറ്റല്ലേ? അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുക. എക്സാമിനെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഇതായിട്ട് നിങ്ങൾ കാണണ്ട. അത്രയും ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ ക്ലാസ്സില് ഇപ്പൊ എന്താണ്, മാർക്ക് കൂടിയവരും കുറഞ്ഞവരൊക്കെ ഉണ്ടാകാം. പക്ഷെ എല്ലാ സ്റ്റുഡൻസും ഞങ്ങൾക്ക് ഒരേപോലെ ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇതിൽ ടോപ്പേഴ്സ് എന്നോ ടോപ്പേഴ്സ് ഒക്കെ നമുക്ക് അത് ഓൾറെഡി എല്ലാ ക്ലാസ്സിനും ഉണ്ടാവുന്നതാണല്ലോ, അല്ലെ? അത് അർത്ഥം എല്ലാവരും പഠിക്കാത്ത കുട്ടികളെന്നാണ് അല്ലല്ലോ. നിങ്ങൾ പഠിച്ച കൂട്ടത്തില് കുറച്ച് കൂടുതൽ മാർക്ക് വാങ്ങിയ ഒരു കുട്ടിക്കായിരിക്കും ടോപ്പർ ആകാം. പൊതുവെ അങ്ങനെ തന്നെയല്ലേ? അതിനർത്ഥം ബാക്കി എല്ലാ കുട്ടികളും മോശമാണെന്നാണോ? അല്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്താണ് ഞാൻ പറയാ, എക്സാം ഇത്രയേ ഉള്ളൂ. ട്രിക്കി ആയിരിക്കും, കെയർഫുൾ ആയിട്ട് എക്സാം വേണ്ട. പക്ഷെ ആ എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും. അതാണ് പൊതുവെ കണ്ടുവരുന്നത്. അതിന്റെ ടെൻഷനും ഇതൊക്കെ കാരണമാണ് ആ ടൈമിൽ ഒരു എക്സാം ഭയങ്കര പാടായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ജസ്റ്റ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്നൊരു ചോദ്യം വരും. അത് എന്താണ്, ഓവറായി ടെൻഷൻ അടിക്കണേന്റെയും പിന്നെ എന്താണ് മാർക്ക് കുറയോ എല്ലാം നമ്മുടെ മൈൻഡാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പോൾ റിലാക്സ് ചെയ്ത് എഴുതാം. പാസ്സാകും, എല്ലാവരും പാസ്സാകും. ആ കാര്യത്തിൽ പേടി വേണ്ട. തോക്കും എന്നൊരു പേടി ആർക്കും വേണ്ട. പിന്നെ ഒട്ടും പഠിക്കാത്തവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവരെ എനിക്ക് അറിയില്ല കേട്ടോ. കറക്റ്റ് ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നന്നായിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പാസ്സാകും, ഷുവർ ആണ്. ഓക്കെ, ഓക്കെ ആണോ? എന്താണ് റെസ്പോൺസ് ഒന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്തോ വിഷയങ്ങൾ പോയാൽ എഴുതിയെടുക്കാൻ പറ്റുമോ? എന്തോ ഏതെങ്കിലും സബ്ജക്ട് പോയാൽ എഴുതെടുക്കാലോ, അങ്ങനെ എഴുതെടുക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോകില്ല, പഠിക്കൂ. അങ്ങനെ ചോദിക്കണം എന്തിനാ? നെഗറ്റീവ് ആയിട്ട് കാണരുത്, പോസിറ്റീവ് ആയിട്ടിരിക്കാം. ബി പോസിറ്റീവ്, ഓൾവേസ് ബി പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക. ഞാൻ പാസ്സാകും, എനിക്ക് നല്ല മാർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ അങ്ങനെ ചിന്തിച്ച് പഠിക്കുകയാണെങ്കിൽ കിട്ടും. മാം, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നോട്ട്സ് തരാന്ന് പറഞ്ഞില്ലേ? അതൊന്ന് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ സമയം കിട്ടുമ്പോ അതൊന്ന് എഴുതിയെടുക്കായിരുന്നു. അപ്ലോഡ് ചെയ്ത് ചടങ്ങാണ്. കാരണം ഈ മലയാളം ടൈപ്പിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് ഓക്കെ, മലയാളം ടൈപ്പിംഗ് അറിയാം. ഇംഗ്ലീഷിലും മതി മാം. ഇംഗ്ലീഷില് അങ്ങനെ മലയാളം നിങ്ങൾക്ക് വേണ്ടേ? അപ്പൊ അതായത് ഇപ്പോ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത എന്തോ മംഗ്ലീഷോ? ഇംഗ്ലീഷ്. എനിക്ക് വളരെ ആളുകള് നോക്കട്ടെ, പറയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോ ഒരു 15 minutes ഉണ്ട്, നോക്കട്ടെ, വെയിറ്റ് ചെയ്യും.
ഓക്കെ, നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ, നോട്ട്ബുക്ക് എടുക്കൂ. Did you go? Did you go? Did you go means നീ പോയോ? നീ പോയോ? Did you go? And will you go? Will you go എന്താ? നീ പോകുവോ? നീ പോകുവോ? എന്നൊക്കെയല്ലേ നമ്മള്. Will you go? Are you going? നീ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നീ പോകുകയാണോ എന്നൊക്കെ ചോദിക്കില്ലേ? നീ പോകുകയാണോ? അല്ലെങ്കിൽ നീ പോകുന്നുണ്ടോ? Are you going? Do you want to go? നിനക്ക് പോകണോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യാറില്ലല്ലോ. ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതി വെക്കാം, പ്രാക്ടീസ് ചെയ്യാം, എല്ലാ ദിവസവും എടുത്ത് വായിക്കാം. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാവും. സോ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, then do you want to go? നിനക്ക് പോകണോ? Do you want to go? Go to bed. പോയി കിടന്നോ? Go to bed. I'm fed up. I'm fed up. എനിക്ക് മടുത്തു. I'm fed up. What should I do? What should I do? ഞാൻ എന്ത് ചെയ്യണം? What should I do? ഞാൻ എന്ത് ചെയ്യണം? What should I do? ഞാൻ എന്ത് പറയണം എന്നാണെങ്കിലോ എന്ത് വരും? അപ്പോ ഞാൻ എന്ത് പറയണം? ഞാൻ എന്താ പറയണ്ടേ? ഞാൻ എന്ത് പറയണം എന്നാണെങ്കിൽ എന്ത് വരും? What should I say? Yeah, what should I say? എന്ത് പറയണം? What should I say? Whose brother is he? Whose brother is he? അവൻ ആരുടെ ബ്രദർ ആണ്? Whose brother is he? I'm getting sleepy. I'm getting sleepy. എനിക്ക് ഉറക്കം വരുന്നു. I'm getting sleepy. എനിക്ക് ഉറക്കം വരുന്നു. I'm getting sleepy. I'm off to bed. ഞാൻ ഉറങ്ങാൻ പോവാണ്. I'm off to bed. ഞാൻ കിടക്കാൻ പോവാണെങ്കിൽ ഉറങ്ങാൻ പോവാണെന്നൊക്കെ പറയുന്നു. I'm going to bed എന്ന് പറയും. അതിന് ഏറ്റവും സിമ്പിൾ എനിക്ക് പറയാം. I'm off to bed. There is nothing to be afraid of. There is nothing to be afraid of. പേടിക്കാനൊന്നുമില്ല. There is nothing to be afraid of. പേടിക്കാനൊന്നുമില്ല. I have told everything. ഞാൻ എല്ലാം പറഞ്ഞിരുന്നു. ഞാൻ എല്ലാം പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു. സ്പെല്ലിംഗോ? ഏതിനെയാണ് സ്പെല്ലിംഗ്? അഫ്സർ എന്താ ചോദിച്ചേ? പേടിക്കാനൊന്നുമില്ല നിലിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് എന്താ പറഞ്ഞേ? പേടിക്കാനൊന്നുമില്ല. There is nothing to be afraid of. അതാണ് അതിന്റെ മീനിങ് കേട്ടോ. There is nothing to be afraid of എന്ന് പറയുന്ന സെന്റൻസ് മീനിങ് ആണ് പേടിക്കാനൊന്നുമില്ല. You are all here, right? You are all here, right?
ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഒരു ചോദ്യമാണ് കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? We are all here, right? ഒരു കാര്യം പറയുന്നത് എക്സാമിന് വരില്ല കേട്ടോ. ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം നമുക്ക് എക്സാമിന് വരില്ല. ജസ്റ്റ് ഔട്ട് ഓഫ് സിലബസ് ആണ്, നിങ്ങൾക്ക് ആവശ്യമാണതല്ല, അതിനു വേണ്ടി പറയുന്നതാണ് കേട്ടോ. Okay. Can you do a favor for me? Can you do a favor for me? എനിക്കൊരു ഉപകാരം ചെയ്യാമോ? Go somewhere else. എവിടെയെങ്കിലും പോകും പറയുന്നത്. എവിടെയെങ്കിലും പോകുന്ന അറിയില്ല നമ്മള്. Go somewhere else. I know what it is. എനിക്കറിയാം അതെന്താണ്. I know what it is. എനിക്കറിയാം അതെന്താണെന്ന്. എനിക്ക് അതെന്താണെന്ന് അറിയാം. I know what it is. The bus hasn't arrived. The bus hasn't arrived yet. Bus ഇതുവരെയും വന്നിട്ടില്ല. Bus ഇതുവരെയും വന്നിട്ടില്ല. The bus hasn't arrived yet. I had a dream last night. I had a dream last night. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. നമ്മൾ പൊതുവെ പറയുന്ന കാര്യമാണല്ലേ. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. I had a dream last night. Did you eat? Did you eat? ചോദിക്കാം. Do you want anything else? വേറെ എന്തെങ്കിലും വേണോ? Do you want anything else? എന്തെങ്കിലും വേണോ? വേറെ എന്തെങ്കിലും വേണോ? അല്ലെങ്കിൽ എന്തെങ്കിലും വേണോ? ചോദിക്കാം. Do you want anything else? Who do you think you are? Who do you think you are? നീ ആരാണെന്ന് നിന്റെ വിചാരം? Who do you think you are? I will go myself. ഞാൻ തനിയെ പോയിക്കോളാം. I will go myself. ഞാൻ തനിയെ പോയിക്കോളാം. How much will this cost? ഇതിന് എത്ര രൂപ വരും? How much will this cost? She hasn't called yet. She hasn't called yet. അവൾ ഇതുവരെ വിളിച്ചിട്ടില്ല. She hasn't called yet. I have nothing more to say. I have nothing more to say. എനിക്കൊന്നും പറയാനില്ല. ഇനി എനിക്കൊന്നും പറയാനില്ല. I have nothing more to say.
I feel like I have seen you somewhere before. എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട് എന്നാണ്. അങ്ങനെ പരിചയം തോന്നുന്നുണ്ട്. I feel like I have seen you somewhere before. എവിടെയോ വെച്ച് കണ്ട പരിചയം തോന്നുന്നുണ്ട്. I feel like I have seen you somewhere before. Could be just a feeling. Could be just a feeling. ഒരുപക്ഷേ അതിന്റെ തോന്നലാകാം. Could be just a feeling. ഒരുപക്ഷേ അതിന്റെ തോന്നലാകാം. Could be just a feeling. I know you really well. I know you really well. എനിക്ക് നിന്നെ നന്നായി അറിയാം. എനിക്ക് നിന്നെ നന്നായി അറിയാം. I know you really well. He is extremely stingy. He is extremely stingy. അവൻ ഭയങ്കര പിശുക്കനാണ്. പിശുക്കൻ. Stingy means പിശുക്കൻ. Okay. അവൻ ഭയങ്കര പിശുക്കനാണ്. He is extremely stingy. Stay out of my business. None of your business എന്ന് പറയുന്നത്. It's none of your business. അതുപോലെ തന്നെയാണ് stay out of my business means എന്റെ കാര്യത്തിൽ തലയിടരുത്. എന്റെ കാര്യത്തിൽ തലയിടരുത്. അതിനെ വേർതിരിച്ച് നമുക്ക് പറയാം. Don't interfere in my personal matters. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കൈകടത്തരുത് എന്നാണ് രണ്ടാമത്. Don't interfere in my personal matters. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കൈകടത്തരുത്. മറ്റത് stay out of my business. എന്റെ കാര്യത്തിൽ തലയിടരുത്. രണ്ടിനും ഏകദേശം ഒരു മീനിങ് തന്നെയാണ് വരാ കേട്ടോ. How far is it now? How far is it now? ഇനി എത്ര ദൂരമുണ്ട്? How far is it now? ഇനി എത്ര ദൂരമുണ്ട്? Acted foolishly. Acted foolishly. മണ്ടത്തരം പറ്റി. ഒരു മീനിങ് ആണോ? മണ്ടത്തരം പറ്റി. Acted. It's a past ആണ്. So acted foolishly means മണ്ടത്തരം പറ്റി. Don't show off for no reason. Don't show off for no reason. വെറുതെ ചാട കാണിക്കല്. വെറുതെ ചാട കാണിക്കല്. Don't show off for no reason. Time is ticking. Time is ticking. സമയം പോകുന്നു. Time is ticking. അത് പറയും time is going എന്നല്ലേ പറയും. അതിന് പകരം time is ticking എന്ന് പറയാം. സമയം പോകുന്നു. I barely escaped. ഞാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. I barely escaped. ഞാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. Where on earth were you? Where on earth were you? നീ എവിടെ പോയി കിടക്കുകയായിരുന്നു? Where on earth were you? ഇത് എവിടെ പോയി കിടക്കായിരുന്നു? Just do as I say. അല്ലെങ്കിൽ just do what I say. ഞാൻ പറയുന്ന പോലെ ചെയ്യും. Just do as I say. ഞാൻ പറയുന്ന പോലെ ചെയ്യും. Don't you want this? നിനക്കിത് വേണ്ടേ? Don't you want this? നിനക്കിത് വേണ്ടേ?
Have you seen? നീ കണ്ടിട്ടുണ്ടോ? Have you seen? നീ കണ്ടിട്ടുണ്ടോ? ഓക്കെ ഓക്കെ ആണോ? കിട്ടിയോ? സ്പീഡ് കുറച്ച് കൂടുതലാണ്. ഫോളോ ചെയ്യാൻ പറ്റിയോ? ഓക്കെ, യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ? വേറൊരു കാര്യം, എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഒത്തിരി പറയാറുണ്ടോ? എനിക്ക് എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അല്ലെ? വേണോ? അതിന്റെ വേണോ ഇംഗ്ലീഷ്? I can look after myself. I can look after myself. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഓക്കെ, ആ ഒരു മീനിങ് ആണ് കേട്ടോ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. I can look after myself. നീ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇതങ്ങനെ അടിച്ചുവിട്ടോളൂ. ഓക്കെ, I can look after myself. ഓക്കെ, അപ്പൊ ഇതെല്ലാം പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ഡേ ടു ലൈഫിൽ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റൂ. ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് വരിക. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്? എങ്ങനെയാണ്? യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ? ലൈറ്റ് ആയിപ്പോയി നമ്മള് അല്ലേ? യൂസ്ഫുൾ അല്ലേ? താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, ഒരുപാടുണ്ട്. മാക്സിമം ഞാൻ പറയാൻ പറ്റിയേ പറയാം കേട്ടോ. ഓക്കെ, ഫോണിക്സ് നമുക്ക് വേഗം തീർക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യോ, ഫോണിക്സ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് വരും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ. അപ്പൊ നിങ്ങളും കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് തീർത്തിട്ട് നമുക്ക് ഡെയിലി സെന്റൻസിലേക്ക് വേണമെങ്കിൽ വരാം. ഓക്കെ, so wind up here. Let's wind up today's class. Okay, thank you all. Sign out ഉണ്ടോ? Thank you ma'am. വേണ്ടല്ലോ, വേണ്ട. Okay, so thank you. എന്തോ ഉണ്ടോ? ഇല്ല മാം, താങ്ക് യു പറഞ്ഞു. Okay, so thank you. See you on the next class. Okay, bye. Thank you, ma'am.